ഹായ് ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ. വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കാണാം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു സാലഡ് റെസിപ്പി വീഡിയോ ആണ് ഇവിടെ ഞാൻ ഫസ്റ്റ് ആയിട്ടിന് ചെയ്യുന്നത്. അതിനായിട്ട് സാലഡിൻ്റെ കുക്കുംബറില്ലേ, അതൊരു മീഡിയം സൈസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തന്നെ ക്യാരറ്റും ഇതുപോലെ ചെറിയ സൈസായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളി ഇതുപോലെ ചെറിയ സൈസായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ സൈസ് പച്ചമുളകും പിന്നെ ഒരു പകുതി സവാളയും ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിന്ന് ഒരു സാലഡ് ഇവിടെ തയ്യാറാക്കി, അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അധികം പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലില്ലേ, അതും കൂടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മണിക്കടലല്ലേ, എന്താ പറയുക, സാധാ കറി വെക്കുന്ന കടല, അത് ഒന്ന് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളധികം ആൾക്കാരും സാലഡ് തയ്യാറാക്കുമ്പോൾ ഒന്നുകിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ടിട്ടല്ലേ സാലഡെല്ലാം തയ്യാറാക്കുള്ളൂ. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ജിമ്മിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്രദമാവും ഈ ഒരു വീഡിയോ. അതിന് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾസിൻ്റെ കൂട്ടിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീരും പിന്നെ ഒരു നുള്ള് ഉപ്പ് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതെന്നോട് വീഡിയോയിൽ വിട്ടുപോയതാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഒരു കടലിൻ്റെ മിക്സിലെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു സാലഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ ഒരു സാലഡ് ഇഷ്ടപ്പെടും. ഈ വീട്ടിൽ നിന്ന് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരും ഈ ജിമ്മിന് പോകുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇക്കാക്ക ജിമ്മിൽ പോക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള സാലഡ് റെസിപ്പിയും കൂടി ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.